ഹായ് എവരിവൺ. ഇന്ന് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 5 സോഷ്യോളജിയിലെ യൂണിറ്റ് 5 അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു 4 ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഓരോ ടോപ്പിക്കൊന്നും അതിൽ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അതിൽ ഒന്നാമത്തെ ഏരിയ ആണ് സൊസൈറ്റി. ഒന്നാമത്തെ ഏരിയ സൊസൈറ്റി. വാട്ട് ഈസ് സൊസൈറ്റി? എന്താണ് സൊസൈറ്റി? നിങ്ങളൊരു ചിത്രം നോക്കാം. നിങ്ങൾക്ക് കാണാം, കുറേ ആളുകളെ കാണാം അല്ലേ? നമ്മുടെ സമൂഹം, സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. വലിയ ആളുകൾ കാണുന്നുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സ്കൂള്, കോളേജ്, അമ്പലങ്ങൾ കാണുന്നുണ്ട്, പള്ളികൾ, ഓക്കെ, ആശുപത്രികൾ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഇവിടെ കൾച്ചർ കാണുന്നുണ്ട്, ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയൊരു കൂട്ടമാണ് സമൂഹം, സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടി ചേർന്നുള്ളതാണ് സൊസൈറ്റി. ഡെഫിനിഷൻ നോക്കാം. ഇൻ സോഷ്യോളജി, സൊസൈറ്റി ഈസ് നോട്ട് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൂട്ടം ആളുകൾ മാത്രമല്ല, മറിച്ച് അവിടെയുള്ള ആളുകളുടെ ഒരു ബന്ധം, ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ്, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവർ പരസ്പരം എങ്ങനെയാണ് അവരുടെ ബോണ്ട് ഉള്ളത്, ഓക്കെ, അവരെങ്ങനെയാണ് ഒരു കൾച്ചർ ഷെയർ ചെയ്യുന്നത്. ഒരു സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുള്ള ആളുകളുണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നവരുണ്ടാവും, മതങ്ങൾ, വിശ്വാസങ്ങൾ വ്യത്യസ്തരായിട്ടുണ്ടാവും. ഇവരെല്ലാവരും ഒരുമിച്ച് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ജീവിക്കുന്നത്. ഓക്കെ, ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു ഓർഗനൈസ്ഡ് വേ ആണ്, ഒരു സ്ട്രക്ചർ വേ ആണ് അല്ലേ? എല്ലാതും വളരെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. ഇതിനാണ് എന്ത് പറയാം? സൊസൈറ്റി എന്ന് പറയാം. സൊസൈറ്റി ഈസ് എ സം ടോട്ടൽ ഓഫ് ഇന്ററാക്ഷൻസ്. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ആളുകൾ തമ്മിലുള്ള ഇടപഴകൽ, ഓക്കെ, സംഭാഷണങ്ങൾ. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോംസ് ദാറ്റ് കണക്ട് ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുറേ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. ഒരിക്കലും നിയമമില്ലാത്ത സൊസൈറ്റി ഇല്ല. ഈ നിയമമില്ലാത്ത സൊസൈറ്റി ഒരിക്കലും മുന്നോട്ട് പോകില്ല, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ സൊസൈറ്റി ആണെങ്കിൽ എന്ത് വേണം? നിയമങ്ങൾ വേണം, ആളുകൾ തമ്മിൽ ഒരു ബോണ്ട് വേണം, ആളുകൾ പരസ്പരം മനസ്സിലാക്കണം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം. എന്നാൽ മാത്രമാണ് സൊസൈറ്റി എന്നുള്ള പേര് വരുള്ളൂ. ഓക്കെ, സമൂഹം എന്നാൽ വെറും ഒരു ആൾക്കൂട്ടം മാത്രമല്ല, മറിച്ച് ഒന്നിച്ച് വ്യവസ്ഥാപിതമായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പരസ്പരം വ്യക്തികളെ ബന്ധിപ്പിക്കുന്ന സാമൂഹിക ജീവിതത്തിന് ഒരു ഘടന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിന് നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്നുള്ളതാണ് സൊസൈറ്റിയിൽ. അതിൽ ഒന്നാമത്തെ ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻഷിയേഷൻ. ഒന്നാമത്തെ ലൈക്ക്നെസ്. ഒരു സൊസൈറ്റിയിലുള്ള ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ തുല്യത, സിമിലാരിറ്റി നമ്മൾ മനസ്സിലാക്കണം, അതേപോലെ വ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുമല്ലോ, സൊസൈറ്റിയിൽ വ്യത്യസ്തമായുള്ള ആളുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരുമിച്ച് ഒരേപോലെയുള്ള ആളുകളും ഉണ്ടാവും. In a society, to exist, people must feel that they are similar to each other, like sharing a single language. ഇപ്പൊ നമ്മളെല്ലാവരും സൊസൈറ്റിയിലുണ്ട്, നമ്മളൊരു സമൂഹത്തിലാണ്. നമ്മൾ ഐഡന്റിറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ പറയാ? നമ്മൾ കേരളക്കാരാണെന്ന് പറയും അല്ലെ? ഒരു മലയാളിയാണ്, ഒരു കേരളത്തിലാണ് താമസം എന്ന് പറയും. നമ്മൾ കേരളം വിട്ടു പോവാണെങ്കിലും, നമ്മൾ കേരളത്തിനുള്ളിലാവുമ്പോൾ നമ്മളെല്ലാവരും ഒരു ജില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഇപ്പൊ പാലക്കാട്, ഞാൻ പാലക്കാടാകുമ്പോൾ പാലക്കാട് ജില്ല എന്ന് പറയും. അല്ലെങ്കിൽ വേറെ ജില്ല, ഡിസ്ട്രിക്റ്റുകാർ അവരങ്ങനെ ജില്ല പറയും. ഇനി ജില്ലയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ, വേറെ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ പറയും നമ്മൾ കേരളത്തിൽ നിന്നാണ് പറയും. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിട്ട് വേറെ രാജ്യത്ത് പോകുമ്പോൾ എന്ത് പറയും? നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് പറയും അല്ലേ? അതാണ് നമ്മൾ ഓരോ ഐഡന്റിറ്റീസ്. ഓക്കെ, അതെല്ലാം നമ്മളൊരു സിമിലാരിറ്റിയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സൊസൈറ്റിയിലോട്ട് എടുക്കുമ്പോൾ ഒരുമിച്ച് ആളുകൾ ഒരേപോലെയുള്ളതുണ്ടാവും, ഒരുമിച്ച് ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ടാവും, ഒരേ ഏരിയയിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും, ഒരേ കൾച്ചറുള്ള ആളുകളുണ്ടാവും. ഇതെല്ലാം ഒരുമിച്ചാണ്. ഓക്കെ, അതാണ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ, ഒരേ സിമിലാരിറ്റി, സിമിലർ ആയിട്ട് ഉണ്ടാവുക. ഇതൊരു പ്രത്യേകതയാണ്, ഒന്നാമത്തെ പ്രത്യേകതയാണ്. ഓക്കെ, സമൂഹത്തിൽ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാവണം അല്ലെ? എന്നാൽ മാത്രമേ സമൂഹം മുന്നോട്ട് പോവുള്ളൂ. അറ്റ് ദ സെയിം ടൈം എവറി വൺ ഈസ് നോട്ട് സെയിം, പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ജോബ്സ്. നമ്മൾ പറഞ്ഞു ഒരേപോലെയാണെന്ന് പറഞ്ഞു, കുറേ കാര്യങ്ങൾ ഒരേപോലെയാണ് ജനങ്ങൾ. വസ്ത്രം ധരിക്കുന്നത് ഒരേപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭാഷ സംസാരിക്കുന്നത് ഒരേപോലെ ആയിരിക്കാം, ഒരേ സ്ലാങ്ങിൽ ഒരേപോലെ, ഒരേ നിയമങ്ങൾ അല്ലെങ്കിൽ റിലീജിയൻ, വിശ്വാസങ്ങൾ ഒരേപോലെ ആയിരിക്കാം. എന്നിരുന്നാലും കുറേ ഡിഫറൻസ് ജനങ്ങളുടെ ഇടയിൽ കാണും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജോലി നോക്കുകയാണെങ്കിൽ അല്ലെ, വ്യത്യസ്തമായുള്ള ജോലികളുണ്ട്, ആളുകൾ വ്യത്യസ്ത ജോലികളാണ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അതേപോലെ എഡ്യൂക്കേഷൻ, നമ്മളെ പഠന രീതി വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേപോലെ അല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവുക. ചില ആളുകൾക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ചില ആളുകൾക്ക്
കുറഞ്ഞ ആളുകളുണ്ടാവും. അതേപോലെ ജെൻഡർ, ഓക്കെ, ലിംഗവ്യത്യാസം ഉണ്ട് അല്ലെ, മെയില് ഫീമെയില് അതല്ലാതെ ആളുകൾ, തേർഡ് ജെൻഡർ ആയിട്ടുള്ള ആളുകളുണ്ട് ഈ സമൂഹത്തിൽ. ഓക്കെ, അതേപോലെ ഏജിൽ വ്യത്യാസം ഉണ്ട് അല്ലെ, വയസ്സ് തമ്മിൽ ചെറിയ വയസ്സുള്ളവരുണ്ട്, വലിയ വാർദ്ധക്യമുള്ള വൃദ്ധന്മാരുണ്ട്. ഓക്കെ, അപ്പോൾ വലിയ ഏജിലുള്ള ആളുകളുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻസ്, നമ്മുടെ ഒരു സമൂഹത്തിൽ ഓരോ ജനങ്ങൾ എടുക്കുകയാണെങ്കിലും അവരെല്ലാവർക്കും ഒരേ ഒപ്പീനിയനാണ് ഉണ്ടായിരിക്കുക, ഒരേ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഏത് കാര്യം നോക്കുകയാണെങ്കിലും, ഏത് കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രശ്നം എടുക്കുകയാണെങ്കിലും ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ഉണ്ടായിരിക്കുക. അതേപോലെ വയസ്സിൽ വ്യത്യാസം ഉണ്ടാവും, ജെൻഡറിൽ വ്യത്യാസം ഉണ്ടാവും, എഡ്യൂക്കേഷൻ, ഇതെല്ലാം വ്യത്യാസം എവിടെ കാണിക്കും? നമ്മുടെ സൊസൈറ്റിയിൽ കാണിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, these differences actually help each other, just like family members have different opinion but they stay together. നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഒരു വ്യത്യസ്തത നിർബന്ധമാണ് അല്ലെ, വ്യത്യസ്തത അനിവാര്യമാണ്, ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സൊസൈറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ആളുകൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അത് മുന്നോട്ട് പോവുള്ളൂ, ഒരു ബാലൻസ് ആയിട്ട് പോവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സമൂഹം, നമ്മുടെ ഫാമിലി എടുക്കുകയാണെങ്കിൽ, ഫാമിലിയിൽ എന്തുണ്ട്? അമ്മ, അച്ഛൻ, കുട്ടികൾ എല്ലാവരും പരസ്പരം വ്യത്യസ്തരാണ് അല്ലെ. ഓരോ വ്യക്തിക്കും അതിനനുസരിച്ചുള്ള ഒരു ജോലി, ഒരു ഡ്യൂട്ടി ചെയ്യാനുണ്ട്, ഒരു റോൾ അവർക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അമ്മ അച്ഛനക്കാണെങ്കിൽ കുട്ടികളെ നോക്കുക എന്നുള്ളതും കുടുംബത്തിനെ നോക്കുക എന്നുള്ളതാണ്. അച്ഛനക്കാണെങ്കിൽ പുറത്തു പോയി ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ് ഉള്ളത് ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യണം. അതേപോലെ അവരുടെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം, എല്ലാവരും ഒത്തൊരുമയോടെ പോകണം, എന്നാൽ മാത്രമാണ് ഫാമിലി മുന്നോട്ട് പോകുള്ളൂ. ഇതേപോലെ തന്നെ സമൂഹത്തിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, വ്യത്യസ്തരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, വ്യത്യസ്ത റോള് നിയന്ത്രിക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നിരുന്നാലും എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, മനസ്സിലായിക്കൊണ്ട് ജീവിക്കുക. ഓക്കെ, ഇതാണ് സൊസൈറ്റിയുടെ പ്രത്യേകത. സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ഒരുപോലെ തന്നെയാണ്, അതേപോലെ ഡിഫറൻസ് ആണെങ്കിലും ഡിസിമിലാരിറ്റി ഉണ്ടെങ്കിലും ജനങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. ഇനി അടുത്തത് ഇന്റർ ഡിപ്പെൻഡൻസ്, പരസ്പരം ആശ്രയിക്കുക അല്ലെ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും പരസ്പരം ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. പണ്ട് കാലത്തും അങ്ങനെയായിരുന്നു ജനങ്ങൾ, ഇപ്പോഴും അങ്ങനെയാണ് ജനങ്ങൾ. ഓക്കെ, നോ സിംഗിൾ പേഴ്സൺ ക്യാൻ ഡു എവറിത്തിങ് ബൈ ദംസെൽഫ്. നമുക്ക് ഒരിക്കലും ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഓക്കെ, ഒരിക്കലും ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒറ്റയ്ക്ക് സ്വയം ആൾക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. എന്ത് വേണം? ആൾക്ക് മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യമല്ലെങ്കിൽ മറ്റേ കാര്യം ആളുകൾക്ക് ആശ്രയിക്കേണ്ടതായി വരും. ഓക്കെ, എന്നാൽ മാത്രമാണ് ആളുടെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഇപ്പൊ ഒരു കാർപ്പന്റർ, ഒരു ആശാരിന് വേണമെങ്കിൽ നമുക്ക് അത് വേണം, ഒരു ക്ലീൻ ചെയ്യാൻ വേറെ ആളെ വേണം, ഷോപ്പ് കീപ്പറായിട്ട് നമുക്ക് വേറെ ആളെ വേണം, ഡോക്ടർ, എഞ്ചിനീയറിങ്, പോലീസ്, ഇതെല്ലാം വ്യത്യസ്ത ആളുകളാണ്. എല്ലാ ആളുകളെയും നമുക്ക് വേണം അല്ലെ. ഒരാളുകളും ഒരു കുറവല്ല, ഒരു ജോലിയും ഒരു കുറവല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായുള്ള പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് വേണം, അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവർമാർ വേണം, ഓക്കെ, പോലീസ്, കോടതികള്, പൊളിറ്റീഷ്യൻസ് വേണം, ഇതെല്ലാം സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് കോപ്പറേഷൻ, സഹകരണം വേണം അല്ലെ. ഒരു സൊസൈറ്റി ആവുമ്പോൾ എന്ത് വേണം? സഹകരണം വേണം. സഹകരണം ഇല്ലെങ്കിൽ ഒരിക്കലും ആ സൊസൈറ്റി മുന്നോട്ട് പോകില്ല, തകർന്നടിയും. ഓക്കെ, സൊസൈറ്റി കനോട്ട് സർവൈവ് വിത്തൗട്ട് കോപ്പറേഷൻ. കോപ്പറേഷൻ ഇല്ലാതെ സൊസൈറ്റിക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. വി സി അറ്റ് ദിസ് ലെവൽ, നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫാമിലി ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ ഫാമിലി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ പരസ്പരം ഒരു ധാരണ വേണം, ഒരു സഹകരണം വേണം. എന്നാൽ മാത്രമാണ് വളരെ പീസ്ഫുൾ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് ഉടനെ പരിഹരിക്കണം. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് കോൺഫ്ലിക്റ്റ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും ഒരു സൊസൈറ്റി നമുക്ക് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഇരിക്കില്ല. എല്ലാ സൊസൈറ്റിയിലും ഏത് കാലത്തും എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഓക്കെ, സംഘർഷങ്ങളുണ്ട്. എന്ത് കാര്യം വരുമ്പോഴും നമ്മൾ പറഞ്ഞ നേരത്തെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, വ്യത്യസ്ത ഒപ്പീനിയനാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ ഓരോ സമൂഹത്തിലും ഈ ഒരു വ്യത്യസ്തത കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് കോപ്പറേഷൻ, മൈനർ കോൺഫ്ലിക്ട് ആൾസോ നാച്ചുറൽ ഇൻ സൊസൈറ്റി. ഇത് നാച്ചുറൽ ആണ് സൊസൈറ്റിയിൽ, വളരെ നോർമൽ ആണ്. ഓരോ സൊസൈറ്റിയിൽ സഹകരണം ഉണ്ട്, അതേപോലെ തന്നെ നിസ്സഹകരണം ഉണ്ട്, ഓരോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരസ്പരം സംസാരിച്ച് തീർക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫാമിലി എടുക്കുമ്പോൾ നമ്മുടെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ ഇടയിലുണ്ട്. ഓക്കെ, അത് ആരാണ് സോൾവ് ചെയ്യുക? നമ്മുടെ പേരൻസ് ആണ് സോൾവ് ചെയ്യുക. ഒരു ജഡ്ജായി നിന്നുകൊണ്ട് നമ്മുടെ ഫാമിലിയാണ് ചെയ്യുക. അതേപോലെ തന്നെ സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ കോടതിയുണ്ട്, പോലീസ് ഉണ്ട്, നിയമം നടപ്പിലാക്കാൻ. ഓക്കെ, അതേപോലെ വിധി പറയാനും ഇവിടെ കോടതിയുണ്ട്.
അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രോഡർ, ഒരു വലിയൊരു ഏരിയ ആണ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരുപാട് വ്യത്യസ്തരായ ആളുകൾ അതിൽ ജീവിക്കുന്നുണ്ട്. കുറേ ഓപ്ഷൻസ് അതിൽ പറഞ്ഞു, പോയിന്റ് പറഞ്ഞു. പരസ്പരം ആശ്രയിച്ച് ജീവിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ സോൾവ് ചെയ്യണം. വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അതിൽ ജീവിക്കുന്നത്. ഓക്കെ, അവരുടെ എല്ലാവരും മനസ്സിൽ എന്തുണ്ട്? വ്യത്യസ്തരാണെങ്കിലും ഒരു സൊസൈറ്റി എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ട്. നമ്മളെ ഉള്ളിൽ എന്തുണ്ട്? കേരളം എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യക്കാരാന്നുള്ളൊരു വിശ്വാസം ഒരു മനസ്സിലുണ്ട്. എന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് കമ്മ്യൂണിറ്റി. അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ സെയിം ജോഗ്രഫിക്കൽ ഏരിയ, അണ്ടർലൈൻ, ഹു ഷെയർ കോമൺ വേ ഓഫ് ലൈഫ് ആൻഡ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് വൺനെസ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എന്താണ്? ഒന്നുകൂടി നേരോ ആണ്, ഒന്നുകൂടി ചെറുതാണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് എന്താ പറയുക? കമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, ഒരു സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടി ജീവിക്കുക. അവർക്ക് എല്ലാവർക്കും ഏകദേശം ഒരേപോലെ ആയിരിക്കും ജീവിത ശൈലി ഉണ്ടായിരിക്കുക, ജീവിത രീതി ഒരേപോലെ ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടായിരിക്കും, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളത്. ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ, ഇപ്പോൾ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി, ഒരു ആദിവാസി കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെയായിരിക്കും? അവർക്ക് പരസ്പരം നല്ലൊരു ബോണ്ടായിരിക്കും ഉണ്ടാവും. സൊസൈറ്റിനേക്കാൾ കൂടുതൽ ബോണ്ട് എവിടെയുണ്ട്? കമ്മ്യൂണിറ്റിയിൽ കാണാൻ കഴിയും. എല്ലാവരും ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ്, എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ഓക്കെ, അവരെല്ലാവരും ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. ഓക്കെ, അത് അതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഒരു മെയിൻ 5 ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. പ്രത്യേകത പറയുന്നത് 5 കമ്മ്യൂണിറ്റിയുടെ. ഒന്നാമത്തെ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കമ്മ്യൂണിറ്റി എന്ന് പറയാൻ എന്ത് വേണം? ആൾക്കൂട്ടം വേണം, അല്ലെ? ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ മനുഷ്യർ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതല്ല, ഒരു കൂട്ടം ആളുകൾ ഇവിടെ നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് കമ്മ്യൂണിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ. രണ്ടാമത് വരുമ്പോൾ ഡെഫിനിറ്റ് ജോഗ്രഫിക്കൽ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിറ്റിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്ന്, ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ടായിരിക്കണം, ഒരു സ്ഥലം നിശ്ചയിക്കണം, അല്ലെ? ആ ഒരു പ്രത്യേകമായുള്ള സ്ഥലത്താണ് ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്, ജീവിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയണമെങ്കിൽ വില്ലേജ് എടുക്കാം, ടൗണ്, നമ്മൾ അയൽവക്കം. ഓക്കെ, ഇതൊക്കെ ഓരോ ഏരിയാസ് ആണ്, ഒരു ഫിസിക്കൽ ഏരിയ ആണ്. അവിടെ നമുക്ക് കൂട്ടം കമ്മ്യൂണിറ്റിനെ കാണാൻ പറ്റും. ഇതാണ് ഡെഫിനിറ്റ് ജോഗ്രഫിക്കൽ ഏരിയ. ഇനി മൂന്നാമത്തെ, കമ്മ്യൂണിറ്റി സെന്റിമെന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിറ്റി സെന്റിമെന്റില് ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കണം, നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ആണെന്നുള്ളത്. വളരെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു പാർട്ടി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എടുക്കാം. പൊളിറ്റിക്കൽ പാർട്ടിയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ട്രൈബൽ ഏരിയാസ് തന്നെ പറഞ്ഞു. അതൊരു നിശ്ചിത സ്ഥലത്താണ് അവരുള്ളത്. അവർക്ക് എന്താണ്? ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഒരു വില്ലേജ് ഏരിയ എടുക്കാം. വില്ലേജിലുള്ള ആളുകൾ പറയുമ്പോൾ അവരെല്ലാവരും പരസ്പരം ഒറ്റക്കെട്ടാണ്, എന്ത് വന്നാലും അവർ ഒരുമിച്ചാണ് ഉണ്ടാവുക, എന്ത് പ്രശ്നം വന്നാലും. അപ്പോൾ ഒരു ഫീലിംഗ് അവർക്കുണ്ട്, നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്നാണ്, നമ്മളൊരു ഇപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു കേരളക്കാരനാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്, അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാതി മത വ്യത്യാസം അന്യേ നമ്മൾ എന്ത് ചെയ്യും? ആളുകൾ സമൂഹത്തിൽ സഹായിക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു കോവിഡ് വന്നു, അതേപോലെ തന്നെ ഒരു മഴ, ഒരു പേമാരി വന്നു, ഒരു വെള്ളപ്പൊക്കം വന്നു. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരാളും ഒറ്റക്കെട്ടായിക്കൊണ്ട്, അല്ലെ? വ്യത്യസ്തമായുള്ള മതത്തിൽ വ്യത്യസ്തമായ മതം വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, വീട് പോയ ആളുകളുണ്ട്. അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തെ നേരിടുന്നത്. അതാണ് കമ്മ്യൂണിറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ഫീലിംഗ് ആണ്, നമ്മളെല്ലാവരും ഒരുമിച്ചാണെന്നുള്ളത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഫീലിംഗ് എന്നാണ് പറയാം. ഓക്കെ, നാലാമത്തെ, പെർമനൻസി. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതല്ല, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് കമ്മ്യൂണിറ്റി ഈസ് നോട്ട് എ ടെമ്പററി. ഒരിക്കലും നിശ്ചിതമായ കാലത്തേക്ക് മാത്രമല്ല, അനിശ്ചിതമായ കാലമാണ്. ഓക്കെ, വളരെ ദീർഘമായ കാലം കൊണ്ട് രൂപപ്പെട്ട് വരുന്നതാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. വളരെ ചെറുതായി ഡെവലപ്പ് ചെയ്തുകൊണ്ട്, സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വലുതായി വരുന്ന, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ്, ഒരു സിറ്റുവേഷൻ, കണ്ടീഷനാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആളുകൾക്കിടയിൽ സംസാരിച്ച് ഉടലെടുക്കുന്നതാണ്, അല്ലെ? ചെറിയ രണ്ടാളുകൾ കൂടിയിട്ടുണ്ടാവും, പിന്നെ ചെറിയ ഗ്രൂപ്പായിട്ട് മാറും, പിന്നെ അതിങ്ങനെ വലുതായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. അത് കുറേ കാലം നിലനിൽക്കുന്നതാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ, വൈഡർ ഗോൾസ് ആൻഡ് എൻ എയിം. വൈഡർ ഗോൾ, ഓരോ കമ്മ്യൂണിറ്റീസിനും എന്തുണ്ട്? ഓരോ ഗോളുകളുണ്ട്, ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെ? ഓരോ കമ്മ്യൂണിറ്റി അതിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. കമ്മ്യൂണിറ്റി സെർവ്സ് ഓൾ ആസ്പെക്ട് ഓഫ് പേഴ്സൺസ് ലൈഫ്, നോട്ട് ജസ്റ്റ് വൺ സ്പെസിഫിക് ഗോൾ. ഇപ്പോൾ ഒരു സമൂഹത്തിന് നിലനിൽക്കണമെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽക്കണമെങ്കിൽ അതിൽ കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാ ആവശ്യങ്ങളും നേരിടാൻ വേണ്ടിയിട്ടാണ്
കമ്മ്യൂണിറ്റി മുന്നോട്ട് വരുന്നത്. അവിടുത്തെ ആളുകൾ എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും നോക്കി കണ്ടിട്ടാണ് സൊസൈറ്റിനെ മുന്നോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ആ ജനങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിയിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാവരും അവർ നടപ്പിലാക്കും. ഇപ്പൊ ട്രൈബൽ കമ്മ്യൂണിറ്റി, വില്ലേജ് കമ്മ്യൂണിറ്റി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാവരും അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനെ നേരിടുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിന് എന്ത് വേണം, ഒരു പേര് നിർബന്ധമാണ്. ഓക്കെ, ഒരു നെയിം, സ്പെസിഫിക് നെയിം നിർബന്ധമാണ്. ഇപ്പോൾ വില്ലേജ് ആയിക്കോട്ടെ, അയൽവക്കം ആയിക്കോട്ടെ, അതേപോലെ തന്നെ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു നെയിം, ഒരു പേര് അത്യാവശ്യമാണ്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്.